ഗൈസ്, അപ്പോൾ നീ ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ. കുറേ ദിവസത്തിന് ശേഷമാണ് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ലെങ്ത് ആയിട്ടുള്ള വീഡിയോ, ഷോർട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ പോസ്റ്റ് ചെയ്യാറുള്ളത്. നമ്മൾ പാലക്കാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ ഗ്രൂപ്പിൻ്റെ മീറ്റപ്പ് ആണെന്ന്. കുറേ കാലത്തിൻ്റെ ശേഷമാണ് ഫ്രണ്ട്സുകളൊക്കെ കാണാൻ പോകുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. പിന്നെ ഞാൻ കുറേ ആയിട്ട് വീഡിയോസ് ഇടാറില്ല. എനിക്ക് കുറച്ച് ഹെൽത്തിൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഒരു സർജറി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ. പക്ഷേ അതിൻ്റെതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. ഞാൻ ഈ പരിപാടിക്ക് പോവുകയാണ്. അപ്പോൾ എൻ്റെ കോസ്റ്റ്യൂം ഇതാണ്. പിന്നെ ഐഷുവിൻ്റെ കോസ്റ്റ്യൂം ഏതാണ് നിങ്ങൾക്ക് കാണിച്ചു തരട്ടാ. അപ്പോൾ ഇതാണ് നമ്മൾ ഐഷുവിൻ്റെ കോസ്റ്റ്യൂം. ബ്രദറിൻ്റെ വെഡ്ഡിങ്ങിൻ്റെ ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ഇതാണ് അവളുടെ ഡ്രസ്സ് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ രാവിലെ ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്ക് 1.25 മണിക്കൂറോളം അങ്ങോട്ട് ഉണ്ട് യാത്ര. അത് കാരണം അത്യാവശ്യം യാത്ര ചെയ്യാണ്ട്. ഐഷുവൊക്കെ അത് കുറേ എത്തിയപ്പോൾ ഭയങ്കര ക്ഷീണിച്ച് ഉറക്കമൊക്കെ ആയിരുന്നു കേട്ടോ. എനിക്കും കാലത്ത് തന്നെ ആയ കാരണം ഉറക്കം വരലൊക്കെ ഉണ്ടായിരുന്നു വണ്ടിയിലിരുന്നപ്പോൾ. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ഇതാ പാലക്കാട് പത്തിരിപ്പാലയിലുള്ള ആൽവ കൺവെൻഷൻ സെൻറ്ററിലാണ് കേട്ടോ എത്തിയിട്ടുള്ളത്. ഞങ്ങളിവിടെ വന്ന് രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പോൾ തന്നെ ഒരുപാട് ഫ്രണ്ട്സുകളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. എനിക്ക് സർജറി ഒക്കെ കഴിഞ്ഞ കാരണം കുറച്ച് ബുദ്ധിമുട്ടും കാര്യമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും കുഴപ്പമില്ല വെച്ചിട്ട് ഞങ്ങൾ പോകുന്നു. ഇവിടുത്തെ ആംബിയൻസ് അടിപൊളി തന്നെ ആയിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ ഓഡിറ്റോറിയം കാണാനും അവരവിടെ സെറ്റ് ചെയ്തതും ഒക്കെ. അങ്ങനെ നമ്മളെ സീരിയൽ ആക്ടറും മോഡലിങ്ങും ഒക്കെ ആയിട്ടുള്ള അഞ്ജനയാണ് നമ്മളെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ആങ്കർ കേട്ടോ. അപ്പോൾ ഞാൻ കേട്ടിട്ടില്ല എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുകയാണ്. അധ്യക്ഷത പദവി അലങ്കരിക്കുന്നതിന് വേണ്ടി അഖിൽക്കാരെ ക്ഷണിക്കുന്നു. ഐശ്വര്യത്തിന്റെ പ്രതീകമായ ദീപം, ശാന്തിയും സമാധാനവും പരത്തുന്ന ദീപം തെളിയിച്ചുകൊണ്ട്, ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് വൈറ്റാക്സ് ഇവന്റ്സ് പ്രൗഡ്ലി പ്രസൻസ് പാലക്കാട് ലോകോണം 2025 ഔപചാരികമായി നമ്മുടെ ഈ വേദിയിൽ തുടക്കമായിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പാലക്കാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് സ്ക്വാഡ്, ഒപ്പം നമ്മുടെ മീഡിയ, മറ്റു കലാകാരന്മാർ, എല്ലാ വ്യക്തികൾക്കും ഒരുപാട് സന്തോഷത്തോടു കൂടെ ഇന്ന് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പാലക്കാട് ലോകോണം 2000. അങ്ങനെ പിന്നെ ഇനാഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അടിപൊളി മ്യൂസിക് ടീംസിൻ്റെ നല്ല പാട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നല്ല അടിപൊളി പാട്ടുകൾ തന്നെയായിരുന്നു. അതുപോലെ തന്നെ ധ്വനി എന്ന് പറഞ്ഞിട്ടുള്ള ഡാൻസ് കമ്പനിയുടെ നല്ല അടിപൊളി ഡാൻസുകളും ഉണ്ടായിരുന്നു. കുട്ടികളുടെ ഡാൻസുകൾ എടുത്ത് പറയാതിരിക്കാൻ പറ്റൂല കേട്ടോ. കാരണം അത്രയും എഫക്റ്റ് ഇട്ടിട്ടാണ് അവർ കളിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി ഡാൻസ് തന്നെയായിരുന്നു കേട്ടോ. ഓരോ ഡാൻസും ഓരോ വ്യത്യസ്തമായിട്ടുള്ള ഡാൻസുകൾ തന്നെയായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനൊക്കെ. അവരുടെ ഒരു ഡാൻസ് ഗ്രൂപ്പാണ് എന്ന് തോന്നുന്നു കേട്ടോ. കാരണം അവരുടെ ഒരു ടീംസുകളായിട്ടുള്ള കളി ഇതൊക്കെ നല്ല നമുക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന കളി തന്നെയായിരുന്നു. പിന്നെ ഞാനിതിൽ ഓൺ വോയിസ് ആയിട്ട് ഇടുന്നത് നമുക്ക് കോപ്പിറൈറ്റ് കിട്ടും, അതുകൊണ്ടാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതാ നല്ല അടിപൊളി ബെല്ലി ഡാൻസ് ഉണ്ടായിരുന്നു. ഈ ബെല്ലി ഡാൻസ് ഒക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. നല്ല അടിപൊളി തന്നെയായിരുന്നു കേട്ടോ. നമ്മളെ ഗൾഫിലൊക്കെ ഇങ്ങനെ ബെല്ലി ഡാൻസ് കണ്ടിട്ട് ഒക്കെയുള്ള വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും അടിപൊളി തന്നെയായിരുന്നു കേട്ടോ. എല്ലാ പരിപാടികളും അടിപൊളി തന്നെയായിരുന്നു. പിന്നെ നമ്മളെ ഫുഡിൻ്റെ സെക്ഷൻ അത് പിന്നെ സൂപ്പറായിരുന്നു കേട്ടോ. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡാണ് സദ്യ. കാരണം എനിക്ക് നമ്മൾ മുസ്ലിംസ് ആയ കാരണം നമുക്ക് ബിരിയാണി ഐറ്റംസ്, ചിക്കൻ, മീൻ അങ്ങനത്തെ ഒക്കെ ഐറ്റംസാണ് നമ്മളെ വീട്ടിലൊക്കെ കൂടുതലുണ്ടാവുക. പക്ഷെ എനിക്കിഷ്ടം ഏറ്റവും കൂടുതൽ സദ്യയാണ് കേട്ടോ. അതും നമ്മളുടെ അടുത്ത സദ്യനെക്കാട്ടും വ്യത്യസ്തമായിട്ടുള്ള സദ്യയാണ് ഞാൻ കഴിച്ചത് പാലക്കാട് ഉണ്ടായിരുന്ന. കാരണം നമ്മളവിടെ ഉണ്ടാവുന്നതിനേക്കാളും ഐറ്റംസ് കൂടുതൽ. നമ്മളവിടുത്തെ പരിപ്പ് വട, മൈസൂർ പാക്ക് അതൊന്നും സദ്യയിൽ ഉണ്ടാവില്ല. പിന്നെ ഈ ഒരു ഐറ്റം നമ്മൾ കഴിക്കാറുണ്ട് കേട്ടോ, പാലടയും പപ്പടവും കൂടിയിട്ട്. പക്ഷേ തിരുവനന്തപുരത്തൊക്കെ പറഞ്ഞിട്ടിട്ടുണ്ട് സദ്യയുടെ കൂടെ ബോളിയും പാലടയും കഴിക്കും, സദ്യക്ക് ഉണ്ടാവും കല്യാണങ്ങൾക്കൊക്കെയെന്ന്. പക്ഷേ ഇതും ഒരു പുതിയ നമുക്കൊരനുഭവമാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങി കഴിക്കാറുണ്ട് ബോളി പാലട, പക്ഷെ കല്യാണത്തിന് ഒന്നും കഴിക്കാറില്ല, അതുപോലെ വേറെ പരിപാടി കാര്യങ്ങൾക്കൊന്നും. അപ്പോൾ ഇതും അടിപൊളി തന്നെയായിരുന്നു. അപ്പോൾ ഈ വൈറ്റ് ആർട്സിൻ്റെ ഫുഡ് സൂപ്പറാണ്. ഞാൻ അത് എടുത്തു പറയുന്നതാണ് കേട്ടോ. കാരണം അത്രയും സദ്യ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ സദ്യ കഴിച്ചപ്പോൾ അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയിട്ടാ. പിന്നെ അത് കഴിഞ്ഞ് ഒരുപാട് പ്രോഗ്രാംസുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഐശ്വര്യ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ.
നല്ല രസമുള്ളൊരു പ്രോഗ്രാം തന്നെയായിരുന്നു ഇത്. നമ്മളൊരു ഡാൻസ് കളിച്ചിട്ട് അതിങ്ങനെ ആൾക്കാരങ്ങനെ തിരിഞ്ഞ് നിന്നിട്ട് അത് കാണിച്ചു കൊടുക്കല് കേട്ടോ. പക്ഷേ നമ്മളെ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യം അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിൽ. നമ്മളൊരു കാര്യം ഒരാളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലാസ്റ്റ് എത്തിത്തീരെ എങ്ങനെ അത് തിരിഞ്ഞിട്ട് അത് വേറൊരു ലെവലാക്കിയിട്ടാണ് ആൾക്കാർ ലാസ്റ്റിലുള്ള ആൾക്ക് എത്തിക്കുക. അപ്പോൾ അതൊരു മെസ്സേജാണ് കേട്ടോ ഈ ഒരു പരിപാടിക്ക്. അങ്ങനെ നമ്മൾ കണ്ടില്ലേ, ആദ്യം കണ്ട ആളുടെ കളിയല്ല കേട്ടോ ലാസ്റ്റ് എത്തിയത്. ലാസ്റ്റ് ഇവിടെ എത്തുമ്പോഴേക്കും അതാകെ തകിടം മറിഞ്ഞ് വേറൊരു മോഡലായിട്ടാണ് ഇവിടെ എത്തിയത്. ഈ ഒരു കളി ഇതൊരു കളി മാത്രമായിട്ടല്ല, ഇത് നമുക്ക് എല്ലാവർക്കും നമുക്കൊരു മെസ്സേജായിട്ട് പോലും ഈ ഒരു കളീനെ എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു കളി എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതാ കുട്ടികളെ വെച്ചിട്ട് ഒരു പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മെയിൻ ഐറ്റംസ് നമ്മളെ മൊമെൻറ്റോ കൊടുക്കലാണ് കേട്ടോ. അപ്പോൾ ഇതാ എല്ലാവർക്കും മൊമെൻറ്റോ ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മളെ സ്ട്രീറ്റ് ഫുഡ് ഹക്കീമൊക്കെ ആട്ടോ ഫസ്റ്റ് മൊമെൻറ്റോ കൊടുത്തത്. പിന്നെ നമ്മളെ മീശക്കാരൻ പീയൂഷ് ഏട്ടൻ, അതുപോലെ തന്നെ നമ്മളെ ഷമീർ പാലക്കാട്, അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് മൊമെൻറ്റോസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ എനിക്കും ഐശുവിനും ഇതേ ഒരു മൊമെൻറ്റോ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവരെ വകയായിട്ട്. അപ്പോൾ അടിപൊളി മൊമെൻ്റ് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ വീട്ടിലിരുന്നാലൊന്നും നമുക്ക് ഇമാതിരി പ്രോഗ്രാംസിന് പങ്കെടുക്കാൻ പറ്റില്ല, നമുക്ക് അനുമോദനങ്ങൾ കിട്ടില്ല, ഒന്നുമില്ല. ഇത് കണ്ടിട്ട് ഇപ്പോൾ പലർക്കും ചിലപ്പോൾ നമ്മളോട് അസൂയയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതൊന്നും ഞാൻ നോക്കുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞ് നമുക്കൊരു ഗിഫ്റ്റും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടോ ഞങ്ങൾ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിറങ്ങി നല്ലൊരു ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട് അവർ വക കേട്ടോ. ഭയങ്കര ക്ഷീണമുണ്ട്, ഇനി പോട്ടെ. ഓക്കെ ബൈ.